നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. 13 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചവറ കുളങ്ങര ഭാഗം സ്വദേശി ഉമേഷ് ലാലാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമും ചവറ പോലീസും നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ബിവറേജസ് കോർപ്പറേഷൻ മാനേജരെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. നിലമേൽ കൈത്തോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. കൊല്ലം മടത്തറയിലായിരുന്നു സംഭവം. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയുടെ വികാരവും തനത് സംസ്കാരത്തിന്റെ ഭാഗവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൂട്ടായ പരിശ്രമത്തിലൂടെ വള്ളംകളിയെ കൂടുതൽ ആവേശകരവും ആകർഷകവുമാക്കാൻ കഴിയണമെന്നും ചെന്നിത്തല. കായംകുളത്തെ ഹോട്ടലുകൾ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 10 അംഗങ്ങളുള്ള സ്ക്വാഡ് ഹോട്ടലുകളിൽ പരിശോധന നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. 13 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചവറ കുളങ്ങര ഭാഗം സ്വദേശി ഉമേഷ് ലാലാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമും ചവറ പോലീസും നടത്തിയ പരിശോധനയിലാണ് 13.48 ഗ്രാം MDMA-യുമായി ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മയക്കുമരുന്ന് വാങ്ങി ചവറയിലും സമീപ പ്രദേശങ്ങളിലും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. പോലീസിന്റെ സംസ്ഥാന വ്യാപക ലഹരിവിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായുള്ള പരിശോധനയിലാണ് ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വീണ്ടും ലഹരി കണ്ടെത്തിയത്. ഡാൻസ് ഓഫ് സംഘവും ചവറ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 13.480 ഗ്രാം MDMA-യുമായാണ് യുവാവ് പിടിയിലായത്. സംഭവത്തിൽ ചവറ കുളങ്ങര ഭാഗം ഉമേഷ് ഭവനം വീട്ടിൽ ഉമേഷ് ലാലാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രി 9:30 കുളങ്ങര ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഉമേഷ് ലാൽ പിടിയിലായത്. കഴിഞ്ഞ ദിവസം 1.05 ഗ്രാം MDMA-യുമായി മുഹമ്മദ് ഷഫീഖ് എന്ന യുവാവ് ചവറ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉമേഷ് ലാലിനെ അറസ്റ്റ് ചെയ്തത്. ആഡംബര ജീവിതം നയിക്കുന്നതിനായി ബംഗളൂരുവിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മയക്കുമരുന്ന് വാങ്ങി ചവറയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയായിരുന്നു ഇയാളെന്ന് ചവറ പോലീസ് പറഞ്ഞു. നാർക്കോട്ടിക് സെൽ ACP റോബർട്ട് ജോണി, കരുനാഗപ്പള്ളി ACP ജോൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം SI കണ്ണന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും ചവറ പോലീസ് ഇൻസ്പെക്ടർ മനോജിന്റെ നേതൃത്വത്തിൽ SI സന്തോഷ്, SCPO ഹരിലാൽ എന്നിവരടങ്ങിയ പോലീസ് സംഘവും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ചവറ. കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അന്യായമായ ഫീസ് ഈടാക്കൽ പിൻവലിക്കുക. പാർക്കിംഗ് ഫീസ് പിൻവലിക്കുക. അവകാശ സമരം വിജയിച്ച്. കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. HMC തീരുമാനപ്രകാരം കഴിഞ്ഞ 1-ാം തീയതി മുതൽ സ്കൂട്ടറിന് 10 രൂപയും ഓട്ടോറിക്ഷയ്ക്ക് 20 രൂപയും കാറിന് 30 രൂപയും എന്ന ക്രമത്തിൽ പാർക്കിംഗ് ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഫീസ് പിൻവലിക്കണം എന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യം. പ്രതിഷേധ സമരം CPIM ഏരിയ സെക്രട്ടറി R സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഭരണാധികാരികൾ നാട്ടിൽ പറയുന്നത് എന്താണ്? ഇപ്പോൾ VD സതീശൻ തന്നെ പറയുന്നത്, നിയമസഭയിൽ പോലും പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്ന പലരും അറിഞ്ഞില്ലെന്നാണ്. ജനങ്ങൾക്ക് ഏറ്റവും ദ്രോഹകരമായ തീരുമാനങ്ങൾ ഈ കേരളത്തിൽ നിന്ന് നടപ്പിലാക്കുമ്പോൾ
അതറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകഴുകി പോകാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. എന്താ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ധീരശൂര പരാക്രമിയായ ചെന്നിക്കുട്ടൻ മുരളീധരന്റെ അഭിപ്രായം എന്താണ് ഇതിനകത്ത്? ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സന്ദർഭത്തിലെങ്ങാനും ഇങ്ങനെ ഈ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥന്മാർ, സൂപ്രണ്ടായാലും ശരി, RMO ആയാലും ശരി, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? പ്രസവ ശുശ്രൂഷയ്ക്ക് വന്ന പതിച്ചി ഇരട്ട പറ്റൂ എന്ന് പറയുന്നത് പോലെ ആശുപത്രിയിൽ രംഗമെല്ലാം വെന്റിലേറ്ററിലായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടാണ് മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇന്ന് ഭരണത്തിന് വേണ്ടി കടന്നു വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിഴിഞ്ഞം തുറമുഖമടക്കം ദാണ്ട് ഇടനിലക്കാർ കൊടുത്ത് കാശ് വാങ്ങിയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം അദാനിയുമായിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ എഗ്രിമെന്റിൽ വിഴിഞ്ഞം തുറമുഖം മറ്റാർക്കെങ്കിലും അത് കൈമാറണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അറിഞ്ഞു മാത്രമേ ചെയ്യാവൂ എന്ന വ്യവസ്ഥ ഉള്ളപ്പോൾ വിഴിഞ്ഞം തുറമുഖം അപ്പാടെ തന്നെ മറ്റൊരു കപ്പൽ കമ്പനിക്ക്, MSI എന്ന് പറയുന്ന കപ്പൽ കമ്പനിക്ക് വിറ്റ് കാശാക്കിയിരിക്കുന്നു. അപ്പൊ നിയമസഭയിൽ പറയുകയാണ്, VD സതീശൻ പറയുകയാണ് അറിഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർ, ഈ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥ ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ താൽക്കാലികമായി പാർക്കിംഗ് ഫീസ് പിൻവലിച്ചതായി സൂപ്രണ്ട് അറിയിച്ചു. പൂർണ്ണമായും പിൻവലിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം HMC യോഗത്തിന് ശേഷം അറിയിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. താലൂക്ക് ആശുപത്രിയുടെ മുൻകാലങ്ങളിലുള്ള ഒരു ചരിത്രം, കാരണം ചേടി ആശുപത്രി എന്ന് പറഞ്ഞ് പട്ടി പ്രസവിച്ച് കിടന്നിരുന്ന ഒരു ആശുപത്രിയായി മാത്രം കിടന്നിരുന്ന ഒരു ഹോസ്പിറ്റല് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സഖാവ് മേഴ്സിക്കുട്ടിയമ്മ MLA മന്ത്രിയായിരുന്ന കാലത്ത് കിഫ്ബി ഫണ്ടിൽ നിന്ന് 75 കോടി രൂപ മുടക്കുകയും വളരെ അതിമനോഹരമായ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു 7 നില കെട്ടിടം പണിഞ്ഞ് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം വന്ന കുണ്ട്ര MLA ഈ ആശുപത്രിയിൽ തിരിഞ്ഞു പോലും നോക്കാതെ 5 വർഷം നിന്ന് ഉദ്ഘാടനം നടത്തിയപ്പോൾ അതിൻ്റെ ആളാവാൻ വന്ന് നാട്ടിലേക്ക് കുറേ ഫ്ലെക്സുകളൊക്കെ വെച്ച് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഭരണം മാറി പുതിയൊരു ഭരണ സംവിധാനം വന്നിട്ട് ഏതാണ്ട് 1.5 മാസം പോലും ആകുന്നതിന് മുമ്പേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോറിക്ഷ ടാക്സി മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികൾ. കാരണം ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം 4 തവണ മാത്രമാണ് ഇന്ധനത്തിന് വില കൂട്ടിയത്. ഒറ്റയടിക്ക് 10 രൂപ 12 രൂപ ഡീസലിന് വില കൂട്ടിയപ്പോൾ സാധാരണ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ പട്ടിണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പൊതുവെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടമില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഇന്ധന വിലയും സഹിച്ച് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓടി അതിൻ്റെ ചിലവും കഴിഞ്ഞ് 500 രൂപ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ഓട്ടോ തൊഴിലാളികളുടെ ജീവിതം പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ ഈ കുണ്ട്ര മേഖലയിലുള്ള ഈ പഞ്ചായത്തുകളിൽ നിന്നെല്ലാം ആളുകൾ എത്തിച്ചേരുന്ന അവരുടെ എല്ലാം പാവപ്പെട്ടവരുടെ ആശ്രയമായ കശുവണ്ടി മേഖലയിലുള്ള തൊഴിലാളികൾ, ആട്ടോ തൊഴിലാളികളുടെയും കുണ്ട്ര കടകളിൽ നിൽക്കുന്ന തൊഴിലാളികളും എല്ലാം വന്ന് പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വന്നാൽ, അസുഖം വന്നാൽ ഓടിയെത്തുന്ന ഈ കാഞ്ഞിരോട് താലൂക്ക് ആശുപത്രിയിൽ വളരെ നെറികെട്ടൊരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മാസത്തോളമായി ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് മരുന്ന് പോലും ലഭിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ബിവറേജസ് കോർപ്പറേഷൻ മാനേജറെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. നിലമേൽ കൈത്തോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. കൊല്ലം മടത്തറയിലായിരുന്നു സംഭവം. കൊല്ലം മടത്തറയിൽ ബെബ്കോ മാനേജറെ ക്രൂരമായി മർദ്ദിച്ച 3 പേരാണ് ചിതറ പോലീസിന്റെ പിടിയിലായത്. നിലമേൽ കൈത്തോട് സ്വദേശികളായ മർജാൻ, നാദർ, അമൽ മോഹൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ശനിയാഴ്ചയായിരുന്നു സംഭവം. പ്രതികൾ മദ്യപിച്ച സ്ത്രീകൾ മാത്രമുള്ള പ്രീമിയം കൗണ്ടറിൽ മദ്യം വാങ്ങാൻ ചെല്ലുകയും ജീവനക്കാരിയെ ശല്യം ചെയ്യുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട മാനേജർ യുവാക്കളെ ഷോപ്പിൽ നിന്നും ഇറക്കിവിട്ടു. ഇവർ പുറത്തു കാത്തുനിന്ന് മാനേജർ ഇറങ്ങിയ സമയം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 4:30 സമയത്തോടെ 3 യുവാക്കൾ നമ്മുടെ മടത്തറ ബിവറേജ് ഔട്ട്ലെറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന പ്രീമിയം കൗണ്ടറിൽ ഒരു വനിതാ ജീവനക്കാരി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ കൗണ്ടറിലെത്തി അവർ വളരെ മോശമായ രീതിയിൽ ജീവനക്കാരിയോട് സംസാരിച്ചതിനെ തുടർന്ന് ഞാൻ അങ്ങോട്ട് ചെന്ന് പിരിത്തുവിടുകയാണ് ഉണ്ടായത്. അതിൻ്റെ അതേ വൈരാഗ്യത്തിൽ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ യുവമാർ 3 പേരും കൂടി ചെന്ന് 3 സംഘം നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്ന യുവമാർ വളരെ മാരകമായി എന്നെ ഉപദ്രവിക്കുകയാണുണ്ടായത്. എൻ്റെ തലയെ ലക്ഷ്യമാക്കി യുവമാർ ഇടിക്കുകയുണ്ടായി. അതുപോലെ കൈയുടെ മസിൽ ഇടിച്ച് ചതച്ചു, വയറിൽ നല്ല രീതിയിൽ മർദ്ദിച്ചു. പാർക്ക് ചെയ്തിരുന്ന കാറിൽ അവന്മാർ ചവിട്ടി ഞണുക്കുകയുണ്ടായി. ഇങ്ങനെ അതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് അവന്മാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്.
പരിക്കുപറ്റിയ മാനേജർ വിനോദ് കടക താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കാറിൽ സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ചിതറ പോലീസ് സബ് ഇൻസ്പെക്ടർ അജിത് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ചിതറ വളവുപച്ചയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. അമൽ മോഹൻ, പള്ളിക്കൽ, കിനിമാനൂർ സ്റ്റേഷനുകളിൽ 4 കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. താലൂക്കിലെ തെരുവുനായ് ശല്യം ചർച്ച ചെയ്ത് കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ചയായി. CR മഹേഷ് MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുയരുന്ന പ്രതിസന്ധികളുമാണ് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ചർച്ചയായത്. ദേശീയപാത 66-ൽ ഓച്ചിറ മുതൽ കാവനാട് വരെയുള്ള ഭാഗത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കരാർ കമ്പനി നടത്തുന്ന ഗുരുതരമായ വീഴ്ചകൾക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായ നജീം മണ്ണയിൽ ആവശ്യപ്പെട്ടു. മഴയില്ലാത്ത അനുയോജ്യമായ സമയങ്ങളിൽ നിർമ്മാണം മന്ദഗതിയിലാവുകയും കടുത്ത മഴയുള്ള സമയത്ത് അപകടകരമായ രീതിയിൽ ടാറിംഗ് നടത്താൻ ശ്രമിക്കുകയുമാണ് കമ്പനി ചെയ്യുന്നതെന്നും ആക്ഷേപമുയർന്നു. CR മഹേഷ് MLA അധ്യക്ഷതയിലാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. നജീം മണ്ണിൽ സ്വാഗതം പറഞ്ഞു. കരുനാഗപ്പള്ളി തഹസീൽദാർ ബോസ് ഫ്രാൻസിസ്, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ, സജീവ മാമ്പറ, ഫ്രാൻസിസ് സേവിയർ, ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പന്നിത്തോട് വൃത്തിയാക്കുന്നതിന് മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കത്ത് നൽകിയിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതി ഉൾപ്പെടുത്തി ആയത് വൃത്തിയാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പാറ്റോട്ടിത്തോടിലും കഴുത്തോടിലും അഴിഞ്ഞുകൂടിയ പുഴവാഴ നീക്കം ചെയ്യുന്നതിന് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ഉൾപ്പെടുത്തി നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ കഴുത്തോട് ഓച്ചിറ പഞ്ചായത്തിൽ കൂടി ഒഴുകി കുലശേഖരപുരം പഞ്ചായത്തിൽ കൂടി ഒഴുകി പോകുന്നതാണ്. 2 പ്രാവശ്യം തലത്തോടിന്റെ, അതായത് 7ാം വാർഡ് പഞ്ചായത്തിലെ 7ാം വാർഡിലെ ഭാഗത്തു നിന്നുള്ള കുളവാഴ നീക്കം ചെയ്തിരുന്നതാണ്. എന്നാൽ ഓച്ചിറ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള കുളവാഴ വീണ്ടും ഇവിടെ ഒഴുകിയെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പം ഓച്ചിറ പഞ്ചായത്തിന് വലിയ കൂടി കിടക്കുന്ന കുളവാഴ നീക്കം ചെയ്തിട്ട് മാത്രമേ കുലശേഖരം പഞ്ചായത്തിൽ അടിഞ്ഞു കൂടുന്ന കുളവാഴ പ്രശ്നം പരിഹരിക്കുന്നതിന്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയുടെ വികാരവും തനത് സംസ്കാരത്തിന്റെ ഭാഗവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടായ പരിശ്രമത്തിലൂടെ വള്ളംകളിയെ കൂടുതൽ ആവേശകരവും ആകർഷകവുമാക്കാൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളി നമ്മുടെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വള്ളംകളി എല്ലാ വിഭാഗം ജനങ്ങളെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന മഹത്തായ കായിക വിനോദമാണ്. കൂട്ടായ പരിശ്രമത്തിലൂടെ വള്ളംകളിയെ കൂടുതൽ ആവേശകരവും ആകർഷകവുമാക്കാനാവണം. ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് വള്ളംകളിക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും പിന്തുണയും ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ ഷാജി വി നായർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ കൊല്ലം ജേതാക്കളായി. ഫൈനലിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് തൃശൂരിനെ പരാജയപ്പെടുത്തിയത്. കൊല്ലത്ത് നടന്ന സംസ്ഥാന ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിലാണ് ആതിഥേയരായ കൊല്ലം ജേതാക്കളായത്. ഫൈനലിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് തൃശൂരിനെ കൊല്ലം പരാജയപ്പെടുത്തിയത്. 2ാം പകുതിയിലാണ് 3 ഗോളുകളും നേടിയത്. കൊല്ലം ടീമിലെ M അനീഷാണ് ടൂർണമെന്റിലെ മികച്ച താരം. ലൂസേഴ്സ് ഫൈനലിൽ തിരുവനന്തപുരം ജേതാക്കളായി. 2-3 ഗോളുകൾക്കാണ് തിരുവനന്തപുരം എറണാകുളത്തെ പരാജയപ്പെടുത്തിയത്.
ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ ഒളിമ്പ്യൻ PR ശ്രീജേഷ് വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു. മന്ത്രി ബിന്ദു കൃഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള ഹോക്കി സംസ്ഥാന സെക്രട്ടറി K. നിയാസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ VS സയോ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ MJ മനോജ്, ജില്ലാ സ്പോർട്സ് ഓഫീസർ അവിനാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുക, ഹോട്ടലുകളുടെ ശുചിത്വ നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കമ്മിറ്റി രൂപീകരിച്ചത്. 10 അംഗങ്ങളുള്ള സ്ക്വാഡ് ഹോട്ടലുകളിൽ പരിശോധന നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. പൊതുജനാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും ഹോട്ടലുകളുടെ ശുചിത്വ നിലവാരം ഉയർത്തുന്നതിനുമായാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 10 അംഗങ്ങളടങ്ങുന്ന സ്ക്വാഡ് ഹോട്ടലുകളിൽ പരിശോധന നടത്തുകയും അപാകതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി പരിഹരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യും. നിശ്ചിത സമയത്തിനുള്ളിൽ ന്യൂനതകൾ പരിഹരിച്ചില്ലെങ്കിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുകയും തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യും. 3 മാസത്തെ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ഹോട്ടലുകൾക്ക് നഗരസഭയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി ഗ്രേഡ് അടിസ്ഥാനത്തിൽ മൊമെന്റോ സമ്മാനിക്കും. ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശരത് ലാൽ ബെല്ലാരി നിർവഹിച്ചു. ഹോട്ടൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പരിശോധനയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നിലവിൽ കായംകുളത്ത് ഒരുപാട് ഹോട്ടലിനെ പറ്റി പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹെൽത്ത് വിഭാഗത്തിന് നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി കുറേ ഹോട്ടലുകളിൽ കയറി പഴയ വസ്തുക്കളൊക്കെ പിടിക്കുകയൊക്കെ ഉണ്ടായി. എന്നാൽ ചില ഹോട്ടലുകളുടെ പേരുകൾ എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല എന്നൊരു കുറേ മീഡിയകൾ ചോദിക്കുമ്പോൾ അതിൽ ഇപ്പം ഭരിക്കുന്ന ഭരണസമിതിയാണോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണോ അതിന് കൂട്ടുനിന്നത് എന്നൊക്കെ വരുമ്പോഴാണ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെക്രട്ടറി ആയിട്ടാണ് ഇന്നലെ കുറേ കടക്കാരുടെ പേരുകൾ കൊടുത്തത്. എങ്കിൽ ചില കടക്കാരുടെ പേരുകൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ പഴയ വസ്തുക്കളൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ പേര് കൊടുത്തപ്പോൾ കുറേ റെസ്റ്റോറൻറ്റുകളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ഇനി അതും അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ഒരു ഉറപ്പ് വരാണ്. ശരി, സംസാരിച്ചതുപോലെ അവരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടുകളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാവിൽ നിസാം മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് വിശദീകരിച്ചു. SK നസീർ, സത്താർ നൂറുദ്ദീൻ, രമേശ് ആര്യാസ്, സൈഫുദ്ദീൻ മാർവൽ, ശ്രീഹരി പാണ്ഡുരംഗ, ബിജു, നൌഷാദ, മനാഫ് അലി, അനസ്, മൈന വിവേകാനന്ദൻ, ബദറുദ്ദീൻ, പ്രവീൺ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഹോട്ടലുകളുടെ ശുചിത്വം, പൊതുജനാരോഗ്യവും അതുപോലെ ഹോട്ടലുകളുടെ ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം. ഹോട്ടലുകളുടെ ഇപ്പോഴുള്ള ശുചിത്വത്തിന്റെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക. കാരണം 1 ലക്ഷം പേരോളം വരുന്ന പട്ടണമാണിത്. ഈ പട്ടണത്തിൽ വരുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം ജില്ലയിലെ ഫുഡ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന് ബഹുമാനപ്പെട്ട നഗരസഭയുടെ ഭാഗത്തുനിന്നും നഗരസഭാ ചെയർമാൻ്റെയും അതിൻ്റെ അധികാരികളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ടീം ചേർന്നാണ് ഞങ്ങൾ പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന 3 മാസം കഴിയുമ്പോൾ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന ഹോട്ടലിന് ട്രോഫിയും അതുപോലെ അതിന് വേണ്ട പ്രോത്സാഹനവും അവർക്ക് നൽകും. അത് ഒരു ദിവസമല്ല, ഇത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം. കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓർമ്മകൾക്ക് 90 വർഷം. മുളങ്കാടകത്തെ സ്മൃതി മന്ദിരത്തിൽ കവിതകൾ കൊണ്ട് അഞ്ജലി അർപ്പിച്ചു. ഇടപ്പള്ളി സ്മാരക സമിതിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. മരണത്തിന്റെ മണിമുഴക്കത്തെ കവിതയായി അനുഭവിച്ചു കടന്നുപോയ കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓർമ്മകൾക്ക് 90 വർഷം. മഹാകവി ഇടപ്പള്ളിയുടെ 90ാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം മുളങ്കാടകത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കവിതാലാപനവും നടന്നു. മരണത്തെ പിൽകിയിട്ട് 90 ആണ്ട് തികയുകയാണ്. 1936 ജൂലൈ മാസം 4-ാം തീയതി അർദ്ധരാത്രിയിൽ കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലാണ് കവിതയും ജീവിതവും മാറ്റിവെച്ചിട്ട് മരണത്തെ പിഴുകിയത്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തം നൽകിയ കവിയാണ് ഇടപ്പള്ളി. ഇടപ്പള്ളിയും ചെങ്ങമ്പുഴിയും തുടങ്ങിവെച്ച മലയാള കവിതയിലെ കാൽപ്പനിക കഥയ്ക്ക് ഇന്നും തുടർച്ചയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മലയാള കവിതയുടെ നവീന മുഖമാണ് ഇടപ്പള്ളിയും ചെങ്ങമ്പുഴിയും. ആ നവീനതയുടെ ഭാഗമായി ധാരാളം കവികളാണ് മലയാള ഭാഷയിൽ പിന്തുടർന്നു വരുന്നത്. മലയാളത്തിൽ
ഏറ്റവും കൂടുതൽ നിരൂപണ വിധേയമായ കവിയും കവിതയും ഇടപ്പള്ളി രാഘവൻപിള്ളയുടേതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും പോരാടിയ കവിയാണ് ഇടപ്പള്ളി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് നിരൂപകർ വിലയിരുത്തുന്നു. കവനലീലയിലെന്നുറ്റ തോഴരാം കനകതൂലികേ കാനന പ്രാന്തമേ മധുരമല്ലാത്തൊരൻ മൗനഗാനത്തിൻ മതതരളമാം മാമരക്കൂട്ടമേ വിരികയാണിതാ ഞാനോരഥകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ വിരികയാണിതാ ഞാനോരഥകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ മണലടിഞ്ഞു മയങ്ങിക്കിടക്കട്ടെ പ്രണയമറ്റതാമീ മൺപ്രദീപകം. 27 വർഷം മുമ്പാണ് കൊല്ലത്ത് ആദ്യമായി കവിക്ക് സ്മാരകം ഉയർന്നത്. ഇടപ്പള്ളി സ്മാരക സമിതി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് അന്ത്യവിശ്രമ സ്ഥലം കണ്ടെത്തിയത്. തുടർന്ന് ഫലകം സ്ഥാപിച്ചു. പിന്നീട് സ്മൃതി മണ്ഡപം നിർമ്മിച്ചു. തുടർന്ന് സമീപത്ത് കെട്ടിടവും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. 13 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ചവറ കുളങ്ങര ഭാഗം സ്വദേശി ഉമേഷ് ലാലാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് ടീമും ചവറ പോലീസും നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ബിവറേജസ് കോർപ്പറേഷൻ മാനേജറെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. നിലമേൽ കൈത്തോട് സ്വദേശികളാണ് അറസ്റ്റിലായത്. കൊല്ലം മടത്തറയിലായിരുന്നു സംഭവം. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയുടെ വികാരവും തനത് സംസ്കാരത്തിന്റെ ഭാഗവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൂട്ടായ പരിശ്രമത്തിലൂടെ വള്ളംകളിയെ കൂടുതൽ ആവേശകരവും ആകർഷകവുമാക്കാൻ കഴിയണമെന്നും ചെന്നിത്തല. കായംകുളത്തെ ഹോട്ടലുകൾ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. 10 അംഗങ്ങളുള്ള സ്ക്വാഡ് ഹോട്ടലുകളിൽ പരിശോധന നടത്തും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.